നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 ദിവസത്തെ അവധിയുണ്ട്, നാളെ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു വെച്ച മകനാണ്. പിറ്റേ ദിവസം അവൻ്റെ മരണവാർത്തയാണ് ആ വീട്ടിലേക്ക് എത്തിയത്. തിരുവനന്തപുരം സ്വദേശി നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ ഇപ്പോൾ ഉണ്ടാകുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടി സെൻട്രൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ തലേ ദിവസം വിളിച്ച് യാതൊരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ തന്നോട് സംസാരിച്ച മകൻ പെട്ടെന്ന് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എങ്കിൽ അതിന് പിന്നിൽ മറ്റ് എന്തോ കാരണമുണ്ട് എന്നാണ് പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിതിൻ്റെ വീട്ടിലുള്ളത്. കാരണം അവധിക്ക് 4 ദിവസത്തോളം താൻ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവധിക്ക് വീട്ടിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ആ നിമിഷത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും വലിയ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ചില ആക്ഷേപങ്ങളും ചില പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ നിതിൻ്റെ പിതാവ് തന്നെ രംഗത്തേക്ക് വരികയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് തൻ്റെ മകൻ ഇത്രയും കാലം അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വന്നത് ജാതീയ പരാമർശങ്ങൾ, നിറത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് സൂചന. അതായത് നമ്മൾ എത്രമാത്രം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും കേരളത്തിൽ പലയിടങ്ങളിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളിലൂടെ ഉണ്ടാകുന്നത്. തൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് താൻ അധ്യാപകനെ വിളിച്ചപ്പോൾ ആ അധ്യാപകൻ താൻ ഏറ്റവും വലിയ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇത്തരത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെടുന്ന ആരും തന്നോട് സംസാരിക്കേണ്ടതില്ല, അത് മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രതികരണമടക്കം അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്ന തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പോൾ നിതിൻ്റെ പിതാവ്, ബന്ധുക്കൾ ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. എന്തായാലും വളരെ ദുരൂഹമായിട്ട് തുടരുന്ന ഈ ഒരു കേസിൽ ഈ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ കുരുക്കായിട്ട് മാറും എന്നുള്ളതാണ്. നിയമപരമായിട്ടും സാമൂഹികപരമായിട്ടും എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇനി ഇത് ആത്മഹത്യ തന്നെയാണോ അല്ലയോ എന്നതിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം, ഒരു വ്യക്തത വരികയുള്ളൂ. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ആ വീട്ടിൽ നിന്ന് ഉയരുന്ന കണ്ണീര്, ആ വീട്ടിൽ നിന്ന് ഉയരുന്ന അലർച്ച അത് യഥാർത്ഥത്തിൽ തൻ്റെ മകനെ കൊന്നല്ലോ എന്ന തരത്തിൽ തന്നെയാണ്. എന്തായാലും അഞ്ചരക്കണ്ടി സെൻട്രൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കോളേജിലെ അധ്യാപകർക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് കുടുംബം രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഡെന്റൽ അനാറ്റമി വിഭാഗ മേധാവിയും അധ്യാപകരും നിതിനെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും നിതിൻ നിരന്തരമായിട്ട് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കീഴിൽ പെട്ടുപോകുകയായിരുന്നെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. നിതിനെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു വിനോദമായി മാറിയിരുന്നു എന്നാണ് പറയുന്നത്. ജാതി പറഞ്ഞും സാമ്പത്തികം പറഞ്ഞും അധിക്ഷേപിച്ച് അതെല്ലാം അനുഭവിക്കുകയായിരുന്നു തൻ്റെ മകൻ. HODക്കെതിരെ നിതിൻ പരാതി നൽകിയതിൽ വലിയ വൈരാഗ്യമുണ്ടായിരുന്നു. സീനിയർ വിദ്യാർത്ഥികൾ നിതിനെ റാഗ് ചെയ്യുന്നതടക്കം സ്ഥിരമായിരുന്നു എന്നുള്ളതും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നിതിൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുടുംബം നിതിൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ഇന്ന് അവധിക്ക് നാട്ടിൽ വരാനിരിക്കാൻ നിൽക്കുന്ന നിതിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസം കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിലാണ് നിതിനെ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണ് എന്നും അപകടം സംഭവിച്ചതാണ് എന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ വലിയൊരു അന്വേഷണം അവിടെ ആവശ്യമാണ്. കൊലപാതകമാണോ എന്നുള്ള സംശയങ്ങളടക്കമാണ് പുറത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം ഉഴമൽക്കൽ സ്വദേശിയായിട്ടുള്ള നിതിൻ മെറിറ്റ് സീറ്റിലാണ് ഈ വർഷം അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായിട്ടുള്ള രാജന്റെയും ലതയുടെയും ഏക മകനാണ് ഈ മകൻ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായിട്ടാണ് നിതിൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു എന്ന തരത്തിലാണ് വാർത്ത പുറത്തു വരുന്നതും. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ അധികൃതർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. വകുപ്പ് മേധാവിയുടെ ജാതി അധിക്ഷേപം അത് കുഞ്ഞിനെ മാനസികമായിട്ട് ഒരുപാട് കാലം വേട്ടയാടിയിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്. മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നും കുടുംബം ഉറച്ചു വിശ്വസിക്കുകയാണ്. നിതിന് ആക്സിഡന്റായി വീണു ICUവിലാണ് എന്നായിരുന്നു ആദ്യം
തന്നെ വിളിച്ച് അവരെ അറിയിച്ചതെന്ന് അമ്മ പ്രതികരിച്ചു. തിരിച്ചു വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല, കോൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മോൻ ആർക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല എന്ന് വളരെ വേദനയോടെ ആ അമ്മ പറയുകയാണ്. ജാതിയുടെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അധിക്ഷേപിച്ചു എന്നാണ് പിതാവിൻ്റെ പ്രതികരണം. മകൻ ക്രൂരമായിട്ട് റാഗിങ്ങിന് ഇരയായിട്ടുണ്ട്. അവിടെ റാം എന്നു പേരുള്ള ഒരു HOD ഉണ്ട്. അദ്ദേഹം മകനുമായി നിരന്തരം പ്രശ്നങ്ങളായിരുന്നു എന്ന് പിതാവ് വെളിപ്പെടുത്തുന്നു. പഠിത്തത്തിന് മുൻപന്തിയിലായിരുന്ന അവനെ അയാൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നും പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണുന്നതെന്ന് പല ദിവസവും കുട്ടികളുടെ മുന്നിൽ വെച്ച് നിതിനോട് പറഞ്ഞ് നിതിനെ അപമാനിച്ചിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തങ്ങളുടെ സ്വപ്നങ്ങൾ ചാമ്പലാക്കി കളയുന്ന തരത്തിലായിരുന്നു അധ്യാപകന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ. അതിന്റെ ഫലമാണ് തങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നും ആ കുടുംബം പറയുന്നു. വകുപ്പ് മേധാവിയും മറ്റ് 2 അധ്യാപകരും കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. നിതിൻ രാജ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വൈകുന്നേരം 3 മണി വരെ കുടുംബവുമായിട്ട് സംസാരിച്ച് യാതൊരു പ്രശ്നവുമില്ല എന്ന് കാണിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടെയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതൊരു സ്വാഭാവിക മരണമാണ് എന്നായിരുന്നു കരുതിയതെങ്കിൽ അതിനപ്പുറത്തേക്ക് ജാതീയ പരാമർശം, നിറത്തിന്റെ പേരിലുള്ള പരാമർശം, അതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പരാമർശം എന്നതിനേക്കാൾ ഉപരി അപമാനിക്കുന്ന രീതി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരം വാർത്തകളിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണവും ശക്തമാകുകയാണെങ്കിൽ മാത്രമാണ് ഇതിനൊരു വെളിച്ചം അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ചിത്രം പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വളരെ വേദനയോടെ ആ നിതിൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, അവന് കേരളത്തിൽ ജീവിക്കാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന തനിക്ക് പുറത്തു പോയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ കൃത്യമായിട്ട് ജോലി ചെയ്ത് അച്ഛനെയും അമ്മയെയും സന്തോഷത്തോടെ നോക്കുക, നല്ലൊരു ജീവിതം, നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രയത്നം, അതായിരുന്നു തൻ്റെ മകൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നും പക്ഷേ നിറത്തിൻ്റെ പേരിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ അവൻ പല ആളുകളിൽ നിന്നും പ്രത്യേകിച്ച് അധ്യാപകരിൽ നിന്ന് അപമാനിക്കപ്പെട്ട അവസ്ഥയിലെത്തി എന്നുമാണ് ആ പിതാവ് വളരെ വേദനയോടെ പറയുന്നത്. എന്തായാലും ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം നഷ്ടമായത് എന്നുള്ളതാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ജീവൻ നഷ്ടമാകുകയാണ് എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ്, എങ്ങനെയാണ് തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടമായതെന്ന് പോലും അറിയാതെ ഏക മകനായിട്ടുള്ള തങ്ങളുടെ ഏക പ്രതീക്ഷയായിട്ടുള്ള ആ ഒരു നിതിൻ്റെ ജീവൻ അതോർത്ത് വിതുമ്പുകയാണ് ഇപ്പോൾ ആ അച്ഛനും അമ്മയും.